श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡം മുതലാണ് ബാലകാന്ഡത്തിലോ ആരണ്യകാന്ഡത്തിലോ അയോധ്യാകാന്ഡത്തിലോ കാണാത്ത ഹനുമാൻ, ആഞ്ജനേയൻ, വീരഹനുമാൻ കിഷ്കിന്ധാകാന്ഡത്തിലാണ് രംഗപ്രവേശം ചെയ്യുന്നത്. ബുദ്ധി, ബലം, യശസ്, ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഢ്യം, വാക്പടുത്വം, ഈ 8 ഗുണങ്ങൾ ഉള്ള ഒരാളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുമോ എന്നറിയില്ല. ബുദ്ധി, ഒരു മനുഷ്യന് വേണ്ട 8 ഗുണങ്ങളാണ്. അതിലാദ്യം വേണ്ടത് ബുദ്ധിയായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രം ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധീമഹി ധിയോ യോനഃ പ്രചോദയാത്. ധിയോ, ബുദ്ധി, ധീ എന്ന വാക്കിന് ബുദ്ധി എന്നാണ് അർത്ഥം. ധിയോ യോ നഹ, അഹ എൻ്റെ, ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. സൂര്യഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം അതാണ്, എൻ്റെ ബുദ്ധി പ്രകാശിപ്പിക്കണം. അതുകൊണ്ടാണ് ഭാരതം എന്ന പേര് തന്നെ ഈ നാട്ടിലുണ്ടായത്. ഭാസിൽ രതിയുള്ളവൻ, രതി ആനന്ദം, ഭാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിയിൽ ആനന്ദിക്കുന്നവരുടെ ഒരു നാടായിരുന്നു ഈ നാട്. അതുകൊണ്ടാണ് ഹനുമാരെ വിശേഷിപ്പിച്ചതിലും ആദ്യത്തെ വാക്ക് ബുദ്ധി, രണ്ടാമത് ബലം. ബുദ്ധി മാത്രം ഉണ്ടായാലും പോരല്ലോ, നല്ല ബുദ്ധിയുണ്ട്, ആരോഗ്യമില്ലെങ്കിലോ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നീ പോയിട്ട് ഒരു ഫുട്ബോൾ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ആ മൈതാനത്ത് പോയിട്ട് നല്ല ഫുട്ബോൾ കളിക്കൂ, നിൻ്റെ ശരീരത്തിൽ നല്ല മസിലുകൾ ഉണ്ടാവട്ടെ, കരുത്തുറ്റ ശരീരം ബുദ്ധിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഹനുമാന് ബലം, മഹാബലശാലിയാണ്, മല വേണമെങ്കിൽ എടുത്തു കൊണ്ടുവരും. ധൈര്യം, ബുദ്ധിയും ശക്തിയുണ്ട്, ധൈര്യമില്ലെങ്കിലും ഒറ്റക്ക്. സുന്ദരകാന്ഡത്തിൻ്റെ 1.5 ദിവസവും ഹനുമാൻ്റെ കാണ്ടാണത്. ലങ്കയിലേക്ക് ഒറ്റക്ക്, രാക്ഷസക്കോട്ടയിലെ ഒറ്റക്ക്, കൂടെ ആരും വേണ്ട, ഞാൻ തനിച്ച് തന്നെ ചെയ്യുമെന്ന ഒരു വിക്രമശാലി. അതാണ് ധൈര്യം എന്ന് പറയാം. പിന്നെയോ നിർഭയത്വം, ഒന്നിലും ഭയമില്ല. അരോഗത, നല്ല ആരോഗ്യമുള്ള ശരീരം. അജാഢ്യം, മടിയില്ല, ജഡതയില്ല. വാക്പടുത്വം, ശബ്ദശാസ്ത്രത്തിൻ്റെ 6 ലക്ഷണങ്ങൾ ഉള്ള ആളാണ് ഹനുമാൻ. അത് വാൽമീകി ഋഷി ഹനുമാരെ അവതരിപ്പിക്കുന്നത്, ഇൻട്രഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ പോകുമ്പോൾ അങ്ങ് ഋഷിമുഖാചലത്തിൻ്റെ മേലെ ഇരുന്ന് സുഗ്രീവൻ കണ്ടു 2 മനുഷ്യർ ഇങ്ങനെ നടന്നു വരുന്നത്. സുഗ്രീവൻ്റെ മനസ്സിൽ ബാലിയെക്കുറിച്ചുള്ള ഭയമാണ്. അത് ബാലി അയച്ച ചാരന്മാരാണോ നോക്ക്, ഹനുമാരെയാണ് അയച്ചത്. സുഗ്രീവൻ്റെ മന്ത്രിമാരിൽ ശ്രേഷ്ഠനാണ് ഹനുമാൻ. ഒരു നിയോഗമായിട്ട് അവിടെ സുഗ്രീവൻ്റെ മന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. ഉചിതമായ ആളെയല്ല നമ്മൾ ഒരു കാര്യത്തിന് അയക്കുന്നതെങ്കിൽ അത് അപകടം ചെയ്യും. പക്ഷെ ഹനുമാരെ വിശ്വസിച്ചയക്കാം. ഉത്തമ ദൂതൻ്റെ സർവലക്ഷണങ്ങളും തികഞ്ഞ ആളാണ് ആഞ്ജനേയൻ. ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തിലാണ് ഹനുമാർ പോയത്, വേഷം മാറിയിട്ട്. കാരണം ഈ വരുന്നവരാരാണെന്നറിയില്ലല്ലോ. മായാവികളുടെയും രാക്ഷസരുടെയൊക്കെ ലോകമാണ് ഈ കാട്. അവർ പല രൂപത്തിലും പല ഭാവത്തിലും വരും. ആദ്യം അറിയണമെങ്കിൽ എൻ്റെ രൂപം മറച്ചു വെച്ച് ഒരു ബ്രഹ്മചാരിയായിട്ട് അവരുടെ അടുത്തെത്തി. എന്നിട്ട് ഞാനിങ്ങനെ സുഗ്രീവൻ്റെ മന്ത്രിയായ ആളാണ്, അങ്ങോട്ട് പരിചയപ്പെടുകയാണ്. ഒരു 5-6 മിനിറ്റ് നീണ്ടു നിന്ന പ്രഭാഷണമായിരുന്നു ഹനുമാൻ്റെ എഴുത്. ഈ 6-7 മിനിറ്റ് പ്രഭാഷണം ചെയ്ത ഒരു ലോക പ്രശസ്തനായ യുവാവ് നമ്മുടെ ഭാരതത്തിലുണ്ട്, പേര് സ്വാമി വിവേകാനന്ദൻ. 7 മിനിറ്റ് മാത്രമേ ചിക്കാഗോയിൽ പ്രസംഗിച്ചിട്ടുള്ളൂ, വെറും 7 മിനിറ്റ്. അതിനു മുമ്പ് മണിക്കൂറുകളോളം പ്രസംഗിച്ച എത്രയോ പേരുണ്ട്, അതിനുശേഷമുണ്ട്. പക്ഷെ നമ്മളാരും ഓർമ്മിക്കുന്നത് മുഴുവൻ ഈ 7 മിനിറ്റിൻ്റെ പ്രസംഗമാണ്. അത് വചോ, അല്ല വാക്കിൻ്റെ ഒരു
ഒരു പ്രവാഹമായിരുന്നു. ആ വാക്കുകൾ ആറ്റിക്കുറുക്കി ഉദാത്തം, അനുദാത്തം, ത്വരിതം, പ്രജയം എന്ന ശബ്ദശാസ്ത്രങ്ങളോടെ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടാൻ എല്ലാവർക്കും കഴിയില്ല. അതാണ് ഈ 6 മിനിറ്റ് പ്രസംഗം കഴിഞ്ഞിട്ട് ലക്ഷ്മണനോട് രാമൻ പറയുന്നത്, അനുജ, കാരണം ഇവർക്കും സംശയമുണ്ട് ഈ വന്നത് ആരാന്നറിയില്ലല്ലോ. അനുജ, അദ്ദേഹം വേദപണ്ഡിതനാണ്, ഒരു സംശയവുമില്ല. വേദം പഠിച്ച ഒരാൾക്ക് മാത്രമേ, സംസ്കൃത പാണ്ഡിത്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും മനോഹരമായിട്ട് വാക്കുകളെ സ്പഷ്ടമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. ശബ്ദശാസ്ത്രത്തിൻ്റെ 6 ലക്ഷണങ്ങൾ ആ വാക്കിലുണ്ട്. അക്ഷരത്തെറ്റില്ല, വാക്യഘടനയിൽ പിശകില്ല, പുനരാവൃത്തിയില്ല, പറയുമ്പോൾ ഗോഷ്ഠി കാണിക്കുന്നില്ല, ആ ശബ്ദമാന്ത്രികത്വം ഉണ്ട്. കേൾക്കുന്ന ആളെ ഇങ്ങനെ കച്ചിത്തുരുമ്പ് പോലെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന, അതാണ് വാക്പടുത്വം. എന്നിൽ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണേ കാലേ കാലേ. കടലിൽ തിരമാല ഉണ്ടായി വരുന്നത് പോലെ വാക്കുണ്ടായി വരണം. ഈ വാക്ക്, ഹേർഡ് മെലോഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. കേട്ടതെല്ലാം മധുരം, കേൾക്കുന്നത് അതിലും മധുരമായിട്ട് വാക്ക്. ഈ വാക്കിന് വലിയ വില കൊടുത്തവരാണ് പൂർവികന്മാർ. അതുകൊണ്ടാണ് ജനിച്ചിട്ട് ആദ്യത്തെ ദിവസം ജാതകർമ്മം നടത്തിയിരുന്നു. അച്ഛൻ്റെ മടിയിൽ കിടത്തി കുഞ്ഞിൻ്റെ നാവിൽ തേനും വയമ്പും സ്വർണവും ചാലിച്ച് ഓം എന്നെഴുതി. ജനിച്ചാൽ ഷോഡശക്രിയയിൽ ചെയ്യുന്ന 4ാമത്തെ ക്രിയയാണ് ജാതകർമ്മം. അത് സ്വർണമുണ്ട്, നെയ്യുണ്ട്, തേനുണ്ട്. എന്തിനാണ് സ്വർണം ചാലിച്ചത്? ആ സ്വർണം പോലെ വിലയുള്ളവനാകണം നീ. എന്തിനാണ് നെയ്യ് ചാലിച്ചു കൊടുക്കുന്നത് നാവിൽ? നീ മരുന്നായ ശരദശതം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. എന്തിനാണ് തേൻ? നിന്റെ വാക്കുകൾ തേൻ പോലെ മധുരമുള്ളതാകട്ടെ. നീ പ്രിയഭാഷിയാകട്ടെ, മധുരഭാഷിയാകട്ടെ. ഹനുമാനപ്പോൾ നോക്കും നമ്മൾ, ബുദ്ധി, ബലം, യശസ്, കേൾവിയുള്ള ആളാണ്, ധൈര്യം, നിർഭയത്വം, ആരോഗ്യം, ജാഢ്യം, ജഡതയില്ല, മടിയില്ല, വാക്പടുത്വം, വാക് സാമർഥ്യമുള്ള ഹനുമാൻ. ബുദ്ധി തൊട്ട് വാക് സാമർഥ്യം വരെ അഷ്ടൈശ്വര സിദ്ധി ഹനുമാന് ചെറിയതാവാൻ കഴിയും. അതാണ് അഷ്ടൈശ്വര സിദ്ധി. അണിമ, ഗരിമ, മഹിമ തൊട്ട് ഈശത്വം വരെയുള്ള 8 സിദ്ധികളുണ്ട്. ലങ്കയിലേക്ക് പറക്കുമ്പോൾ ഹനുമാൻ വലുതായിട്ടുണ്ട്, ഹനുമാൻ ചെറുതായിട്ടുണ്ട്. ആകർഷിക്കാൻ കഴിയും എല്ലാവരെയും. പ്രാകാശ്യം, എവിടെയും പ്രാപിക്കാൻ കഴിയും. ഏത് ലോകത്തും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അസാധാരണ വ്യക്തിത്വത്തിനുടമയാണ് വീരഹനുമാൻ. എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഹനുമാന്റെ ചരിത്രം ഒരു വലിയ പാഠമാണ്. കേസരി എന്ന വാനരന് അഞ്ജനയിലുണ്ടായ മകനാണ്, ശിവാംശമാണ്. കുട്ടിക്കാലത്ത് ബാലസൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നത് കണ്ട് പഴമാണെന്ന് കരുതി ആകാശത്തേക്ക് പറന്നവനാണ് അനന്തതയിലേക്ക്. സൂര്യഗോളത്തെ വിഴുങ്ങുന്നു കണ്ടാണ് ഹനുമാൻ്റെ താടിയിൽ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് അടിച്ചത്. ആ താടി അങ്ങോട്ട് കയറിപ്പോയി. ഹനുവിന് താടനമേറ്റതുകൊണ്ട് ഹനുമാരായി. തൻ്റെ മകൻ താഴെ ബോധമറ്റ് വീണത് കണ്ട് വായുദേവൻ അവനൊരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. ലോകം വായുവില്ലാതെ കാറ്റില്ലാതെ അലഞ്ഞു. ദേവതകൾ പ്രത്യക്ഷപ്പെട്ടു. മകന് ജീവനും ശക്തിയും ഐശ്വര്യ സർവ്വതും കൊടുക്കാൻ എല്ലാവരും അനുഗ്രഹിച്ചു. അവന് പഠിപ്പുണ്ടാവട്ടെ, ജ്ഞാനമുണ്ടാകട്ടെ, ഈശത്വവും വശ്യത്വവും ഉണ്ടാവട്ടെ. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹം കേട്ട മഹാകുസൃതിയായ കുഞ്ഞായ ഈ വീരഹനുമാൻ ഋഷികളെ മുടിയും താടിയും പിടിച്ചു വലിക്കും, ഉപദ്രവിക്കും, ആശ്രമങ്ങൾ മറച്ചിടും. അവർ ശപിച്ചു, നിനക്ക് നിൻ്റെ ശക്തി അറിയാണ്ട് പോകട്ടെ, ആരെങ്കിലും നിന്നെ പ്രകീർത്തിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടും. അത് സംഭവിക്കുന്നത് ലങ്കയിലേക്ക് കടക്കും മുമ്പ് ജാംബവാൻ ഹനുമാനെ പ്രകീർത്തിക്കുന്ന സമയമാണ്. നീ ആരാണ് ആഞ്ജനേയ? നീ വായുവിൻ്റെ മകനാണ്, ജനിച്ചപ്പോൾ തന്നെ സൂര്യനെ വിഴുങ്ങാൻ പോയവനാണ്. ഹേ മാരുതി ഉണരൂ എന്നൊക്കെ പറയുമ്പോൾ വർദ്ധിത വീര്യത്തോടെ വർദ്ധിത തരധവള ഹിമാചല സന്നിപ തുങ്ക ശരീരൻ നെടുതാകിന കൊടിമരം എന്ന കണക്ക് തടിച്ചൊരുവാലും ചടുലസ്ഫുട സടകളും ഇലകലരുന്ന ഭയങ്കര മുഖവും പരികത്തോട് പടപരുതീടിന മൃദുതര കരദണ്ഡയുഗം. മുഞ്ചൊന്നും പേരത് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹനുമാന്റെ
ശരീരവർണ്ണന മുഴുവൻ കേൾക്കണം. കൊടിമരം പോലെ തടിച്ച വാല്, പരിഘത്തോട് പടപൊരുതിയ പൃഥുതര കരദണ്ഡയുഗം. ലങ്കയിൽ വെച്ച് രാക്ഷസന്മാരുടെ ഇരുമ്പൊലക്കയോട് യുദ്ധം ചെയ്ത ഹനുമാരെക്കുറിച്ച്. ആ ഹനുമാരില്ലെങ്കിൽ രാമായണം ഒരു പക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. പഠിപ്പും പാണ്ഡിത്യവും പലർക്കും ഉണ്ടാവാം, പക്ഷേ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞതാണ് ഹനുമാരുടെ പ്രത്യേകത. പഠിപ്പും പാണ്ഡിത്യമുള്ളവർ ധാരാളമുണ്ട്, അത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത നിഷ്ക്രിയത്വം ഇന്ന് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും കാണുന്നതും ഈ നാടിൻ്റെ ശാപമാണ്. അവിടെയാണ് ആഞ്ജനേയന് എവിടെ ഏത് രീതിയിൽ കർമ്മമണ്ഡലം തനിക്ക് വിരാജിക്കണം, അത് ഹനുമാരിൽ നിന്ന് പഠിക്കാനുണ്ട്. ആദിത്യൻ്റെ ശിഷ്യനായിട്ടാണ് ഹനുമാരുടെ ഗുരു സൂര്യദേവനാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അങ്ങനെ സൂര്യരഥത്തിനനുസരിച്ച് പിന്നോട്ട് നടന്ന് പഠിച്ചതാണ്. സൂര്യൻ അറിവിൻ്റെ മൂർത്തിയാണ്. ആ ജ്ഞാനത്തിൽ നിന്ന് അതുകൊണ്ടായിരിക്കാം സൂര്യൻ ഗുരുദക്ഷിണയായിട്ട് ഹനുമാനോട് ആവശ്യപ്പെട്ടത് എൻ്റെ മകന് മന്ത്രിയായിട്ട് നിൽക്കണം എന്ന്. അതുകൊണ്ടാണ് ഹനുമാര് സൂര്യദേവൻ്റെ മകനായ സുഗ്രീവൻ്റെ മന്ത്രിയായി സംരക്ഷകനായിട്ട് നിന്നത്. ഹനുമാരെ അങ്ങനെ ഉജ്ജ്വല പ്രഭാഷകൻ നേരത്തെ പറഞ്ഞു. കിഷ്കിന്ധാകാന്ഡത്തിൽ തുടങ്ങി സുന്ദരകാന്ഡത്തിലൂടെ യുദ്ധകാന്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഹനുമാരുടെ ചരിതം നമുക്കിനിയും പരിശോധിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.